ഈ കൊച്ചുമോനൊക്കെ ഈ ചോദ്യമൊക്കെ ചോദിച്ചാലും മറുപടി പറഞ്ഞപ്പോൾ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ കൂടെ വന്നു. അതുകൂടെ പറഞ്ഞു വെച്ച് ഞാൻ കൈമുത്തിയിരിക്കുക. കാരണം നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങളുടെ ഇടയിലെ വികാരി അസിസ്റ്റന്റ് വികാരി ഒന്നിച്ച് ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അത് ലോകത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ വലിയ ഭാഗ്യവും ഈ വലിയ പള്ളിയും ഉണ്ടായിട്ട് നിങ്ങൾ സംതൃപ്തല്ലോ. ഞാൻ എൻ്റെ സഹോദരനോട് പറയാം, മനുഷ്യനങ്ങനെ എന്ത് കിട്ടിയാലും സംതൃപ്തി. ഇതിൽ കൂടുതൽ എങ്ങനെ കിട്ടുക? അപ്പോൾ ബഹുമാനപ്പെട്ട ചാലുവേലിലെ അച്ഛന് കോർപ്പിസ്കോപ്പാസ്ഥാനം ഏൽക്കുന്നതിന് പോകുന്നതിന് തലേ ഞായറാഴ്ച സെന്റ് ജോൺസ് പള്ളിയിൽ നടന്നൊരു പ്രസംഗം ഇപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നു. ഇനിയും നിങ്ങൾക്ക് ഈ അച്ഛൻ്റെ കുർബാന കേൾക്കാൻ ഒക്കത്തില്ല. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്തതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച കോർപ്പിസ്കോപ്പാടെ കുർബാന കേൾക്കാം. അപ്പം അവർക്ക് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമാണ് ഒത്തിരി ചിന്തിട്ടൊന്നും പിടികിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ പറയാം, നിങ്ങൾക്കിനി ഭാഗ്യമുണ്ടെങ്കിൽ അടുത്തതിൻ്റെ പിന്നത്തെ ഞായറാഴ്ച മുടക്കപ്പെട്ട ഒരു അച്ഛൻ്റെ കുർബാന കേൾക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ കൈമുത്തിക്കും. ഒത്തിരി പറഞ്ഞാൽ ചിലപ്പോൾ മുടങ്ങി ഈ ആഴ്ച തന്നെ ഒരാഴ്ച ഇവിടെ ആർക്കുകൊണ്ടും മുടക്കാത്തവനായിട്ടൊന്ന് ചൊല്ലുന്ന ആഗ്രഹമുണ്ട്. കാരണം 30-35 വർഷം മുടക്കാത്ത ഒരു അച്ഛനായിട്ട് ചൊല്ലി. ഇനി ഒരു കൂടിയ 10 വർഷം കൂടെ ചൊല്ലാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുടക്കി ഒരു അച്ഛനായിട്ട് ചൊല്ലുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെ മുടക്കുന്ന ഈ മദ്രാസിന് ഞാൻ ഈ ഉടുപ്പിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം പോയിട്ടില്ല. അതാണ് ഇതിലൊക്കെ രസമായിട്ടുള്ളൊരു കാര്യം. ദൈവം ഇവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അവർക്കൊക്കെ നല്ല ചിന്തകൾ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ തമാശയായിട്ട് പറയുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല സൽബുദ്ധി ഉണ്ടാകുന്നതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.